നമസ്കാരം. നല്ലവനായ കള്ളൻ. മലയാളിയുടെ നാട്ടുകഥകളിൽ നിരവധി കള്ളന്മാർ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും പോലെ കേട്ടുപഴകിയോ എത്രയോ കള്ളന്മാർ. മോഷ്ടാക്കളുടെയും ക്രിമിനലുകളുടെയും ജീവിതവും കൗതുകത്തോടെ പ്രചരിക്കാറുണ്ട്. കേരളത്തെ വിറപ്പിച്ച ബണ്ടി ജോർ അങ്ങനെ ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മോഷ്ടാവാണ്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ കുറുവ സംഘവും ഇടം പിടിച്ചിരിക്കുകയാണ്. കുറുവ കള്ളന്മാരെ കുറിച്ചുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. കുറുവ സംഘാംഗമായ സന്തോഷ് ശെൽവമാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ വലയിൽ കുടുങ്ങിയത്. അതിസമ്പന്നരാണത്രേ ഈ കുറുവ മോഷ്ടാക്കൾ. പണിക്കിറങ്ങുമ്പോൾ വെറും ഊരുതണ്ടികളായി നടക്കും. കേരളത്തിലെത്തിയാൽ വഴിവക്കിലാണ് ഇവരുടെ താമസം. എന്നാൽ തമിഴ്നാട്ടിൽ സ്വന്തം ഊരിൽ വലിയ വീടും സൗകര്യങ്ങളും ഇവർക്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് വലയിലായ സന്തോഷ് ശെൽവത്തിന്റെ ഫോണിലെ ഒരു ചിത്രത്തെക്കുറിച്ച് പോലീസ് പറയുന്നുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന് സമീപം കായൽക്കരയിൽ സ്ഥാപിച്ച ഐ ലവ് ആലപ്പുഴ എന്ന ബോർഡിനരികിൽ നിന്ന് മുമ്പെങ്ങോ പകർത്തിയ ചിത്രം. പണിക്കിറങ്ങുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് തെരുവുകളിൽ അന്തിയുറങ്ങുന്ന കുറുവ സംഘം പണം ചെലവഴിച്ച് ഉല്ലാസയാത്രകളും നടത്താറുണ്ടത്രേ. കഴിഞ്ഞ ഡിസംബറിൽ സന്തോഷ് ശെൽവവും കുടുംബവും ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയത് ആലപ്പുഴയിലാണ്. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ സമയത്താണ് നേരത്തെ പറഞ്ഞ ചിത്രം പകർത്തിയത്. മാത്രമല്ല, ഈ ചിത്രം വാട്സപ്പിൽ ഡിസ്പ്ലേ പിക്ചർ ആക്കുകയും ചെയ്തിരുന്നു. പാലായിലെ മോഷണത്തിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ ചിത്രം സന്തോഷിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. കുറുവ സംഘത്തിൽ ചേരുക അത്ര എളുപ്പമല്ല. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. കുറുവ സംഘത്തിലുള്ളവർ കുണ്ടന്നൂർ പാലത്തിനിടയിൽ വ്യായാമം ചെയ്യുന്നതിന്റെ വീഡിയോ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മോഷണത്തെ എതിർക്കുന്നവരെ ആക്രമിക്കാനും പിടിക്കപ്പെടാതെ രക്ഷപ്പെടാനും കുറുവ സംഘത്തിന് പരിശീലനവും നൽകുന്നുണ്ട്. കൂരിരുട്ടിൽ സന്തോഷ് ശെൽവത്തിനെ പോലീസ് പിടികൂടിയത് ഏറെ പണിപ്പെട്ടാണ്. സിറ്റി പോലീസും അഗ്നിരക്ഷാ സേനയും കരയിലും കായലിലും നടത്തിയ രാത്രി തിരച്ചിൽ നീണ്ടത് 4.5 മണിക്കൂറിലേറെ നേരമാണ്. ഞായറാഴ്ച വൈകിട്ട് 5:45 കുറുവ സംഘത്തെ തേടി ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസ് കുണ്ടന്നൂർ പാലത്തിന് താഴെ ടെന്റുകൾക്ക് സമീപമെത്തി. ഈ സമയം സ്ത്രീകളെ മാത്രമാണ് അവിടെ കണ്ടത്. ആദ്യം മടങ്ങിയ പോലീസ് 6:15 പിന്നീട് തിരിച്ചെത്തി. പ്രതികളിൽ ഒരാളായ മണികണ്ഠൻ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാളെ ബലം പ്രയോഗിച്ച് കീഴടക്കി വിലങ്ങണിയിച്ചു. തുടർന്ന് ടെന്റിനുള്ളിൽ കയറി പരിശോധന നടത്തി. കായലോരത്തെ ഒരു ടെന്റിനുള്ളിൽ ടാർപോളിൻ മൂടിയിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നി. പോലീസ് അത് നീക്കിയപ്പോഴാണ് ഉള്ളിലെ ചെറുകുഴിയിൽ ഒരാൾ ചുരുണ്ട് കിടക്കുന്നത് കണ്ടത്. CCTV ദൃശ്യങ്ങൾക്ക് സമാനമായി ഇയാളുടെ നെഞ്ചിൽ പച്ചകുത്തിയിരിക്കുന്നത് കണ്ടു. ഇതോടെ സന്തോഷ് ശെൽവമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പോലീസ് മൽപിടുത്തത്തിലൂടെ കീഴടക്കിയാണ് വിലങ്ങുവെച്ചത്. ഉച്ചത്തിൽ അലറിയും അസഭ്യം പറഞ്ഞും ശരീരത്തിൽ സ്വയം അടിച്ചും അയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സ്ത്രീകളുടെ പ്രതിഷേധത്തിനിടെയാണ് പ്രതികളെ ജീപ്പിൽ കയറ്റിയത്. എന്നാൽ പോലീസിനെ ആക്രമിച്ച സ്ത്രീകൾ ജീപ്പിന്റെ വാതിൽ വലിച്ചു തുറന്നു. ഞൊടിയിടയിൽ പോലീസുകാരെ തള്ളിമാറ്റി ഉടുമുണ്ടഴിച്ചെറിഞ്ഞ് സന്തോഷ് ഓടി കുറ്റിക്കാട്ടിനുള്ളിൽ മറഞ്ഞു. പിന്നാലെ പോലീസും കാട്ടിനുള്ളിൽ കടന്നെങ്കിലും സന്തോഷിനെ കണ്ടെത്താനായില്ല. ഇതോടെ കൊച്ചി സിറ്റി പോലീസിന്റെ സഹായം തേടി. 75ഓളം പേരടങ്ങുന്ന പോലീസ് സംഘവും ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ നിന്ന് സ്കൂബ ഡൈവിംഗ് ടീമും കായലിൽ തിരച്ചിലിനായി എത്തി. വെളിച്ചം മങ്ങി തുടങ്ങിയിരുന്നു. ആവശ്യത്തിന് ടോർച്ചുകൾ പോലും പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇതോടെ പോലീസ് സഹായ അഭ്യർത്ഥനയുമായി കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെത്തി. അവിടെ നിന്ന് ടോർച്ചുകളും വെട്ടുകത്തികളും ലഭിച്ചതോടെ തിരച്ചിലിന്റെ വേഗം കൂടി. ഇതിനിടെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി തിരച്ചിലിന് നേതൃത്വം നൽകി. ഒടുവിൽ രാത്രി 10:10 ലേ മെറിഡിയൻ ഹോട്ടലിന്റെ മതിലിനോട് ചേർന്നുള്ള കലിങ്കിനിടയിൽ വെള്ളത്തിൽ തല മാത്രം പുറത്തുകാട്ടി ഒളിച്ചിരുന്ന പ്രതിയെ പോലീസ് കണ്ടെത്തി.